അസ്സലാമലൈക്കും. അൻഷൂസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, നമുക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്നൊരു വീഡിയോ കൊണ്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളെ കൈക്കല കഷ്ണങ്ങളും പിന്നെ ചവിട്ടിയൊക്കെ തിരുമ്പാണ്ടിനി അതൊക്കെ തിരുമ്പാണ്. അതിപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചിട്ട് നമ്മളെ സനുട്ടൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് തിരുമ്പിനോടത്ത് ഇങ്ങനെ ഒരു കോയൽ വെച്ചിട്ട് വെള്ളം പോകാൻ വെച്ചതാണോ ഇയാളെ, അതിൻ്റെ ഓരോ ബുദ്ധിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്കൂളൊക്കെ നിർത്തിയാണ് ഉമ്മാനോട്ട് ഇങ്ങനത്തെ ഓരോ പണിക്കൊക്കെ പോയിക്കോളണ്ടി എന്ന് പറയട്ടെ ഞാൻ. അപ്പോൾ കണ്ടില്ലേ, തിരുമ്പണ വെള്ളം പോകാൻ വേണ്ടി അവിടെ ചെറിയ ഒരു തുളച്ചിട്ട് അത് അവിടെ കുറച്ച് സിമ്മൻ്റൊക്കെ ഇട്ട് നമ്മളെ അയലൊക്കത്ത് തേപ്പ് നടത്തുന്നുണ്ട്. അവിടെ നിന്ന് തുള്ളി സിമ്മൻ്റൊക്കെ ചോദിച്ച് കൊടുന്ന് കാണ്ടി ഇട്ടതാണത്. നല്ലൊരു ഉപകാരപ്പെട്ട മാതിരി തോന്നിയിട്ട് വെച്ചാൽ, അല്ലെങ്കിൽ ആ വെള്ളം മറ്റേവിടെ ചാടിയാണ്ട് അങ്ങനെ ഒഴിച്ചു പോകാനാണ്. അപ്പോൾ ഉച്ചക്കര ഭയങ്കര സന്തോഷമൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നോമ്പ് തുറക്കാനുള്ള കാര്യത്തിനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതാണ് ഇനി ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഇപ്പോൾ ചോറും കൂട്ടാനൊന്നും വെക്കാത്തതുകൊണ്ട് ആ വീഡിയോസ് ഒന്നും എടുക്കണ്ടല്ലോ. വൈകുന്നേരം ആകുമ്പോൾ 4 മണിയായ അസ്രസ്കരിച്ചാൽ ഞാൻ പിന്നെ അടുക്കളയിൽ കിടന്ന് അങ്ങനെ പൊരിയണം. തുറക്കാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടണ്ടേ. അപ്പോൾ നല്ലൊരു കോഴിച്ചാറാണ് ഉണ്ടാക്കണം കേട്ടോ. കോഴിച്ചാറല്ല, കോഴി വറ്റിച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഭൂരിയും പിന്നെ ഈ കോഴിച്ചാറ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ കോഴിച്ചാറ് ഉണ്ടാക്കണ കണ്ടപ്പോൾ നമ്മളെ സനുട്ടന് ഒരേ നിർബന്ധം, നെയ്ച്ചോറ്. ഞാൻ പറയും പൊന്നാര മക്കളെ, നിങ്ങളൊരു നെയ്ച്ചോറും ബിരിയാണി പീറ കജൂലാന്ന് പറയട്ടോ. ഇച്ചാണെങ്കിൽ പിരാന്തുടിച്ചിറങ്ങിയിരിക്കണം ഈ ചോറ് തന്നെ ആയിട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഓർക്ക് ചോറ് മതി. എന്നിട്ട് അറിയാം ഇമ്മച്ചിയെ ചോറ് മതി, നിങ്ങൾക്ക് പണി കുറവാകുമല്ലേ, അത് എഴുതിയിട്ടാണ്. ഞാൻ പറഞ്ഞു ഇഞ്ച പണി കുറവാണോ എന്ന് നോക്കണ്ട, എനിക്ക് ഭൂരി വേണ്ടമ്മ, നെയ്ച്ചോറ് അതെ, എന്നാൽ പിന്നെ നെയ്ച്ചോറ് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാ. അപ്പോൾ അതാക്കണേ ഞാൻ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഇനി നല്ലത്. അപ്പോൾ ചിക്കൻ മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഗരം മസാല പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം പാർന്നിക്കണേ, എന്നിട്ട് ആ വെളിച്ചെണ്ണയ്ക്കാണ് നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ടെടുത്ത് ഒന്ന് വറുത്ത് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താട്ടണം, ആ വറുത്തതുണ്ടല്ലോ അത് നമുക്ക് ആ കോഴിക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നമുക്കൊരു ഫോണ് വന്ന് അതാണ് ഒരു ഒച്ച. അങ്ങനെ നമ്മളിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പറഞ്ഞങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ പറയട്ടോ. അതിൻ്റെ ഇടയിലൊന്ന് നിർത്തി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് നിശ്ചയുണ്ടാവില്ല കേട്ടോ. നിർത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ സ്വന്തം റെസിപ്പി ഒന്നല്ല കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മളെ ഫേസ്ബുക്കിൽ ഒരു കാക്ക ഉണ്ടാക്കണ കണ്ടതാണ്. ആ കാക്കാൻ്റെ വീഡിയോ ചാനലിൻ്റെ പേരെന്താണെന്നുള്ളത് അറിയില്ല. മാപ്പിളയും പെണ്ണുങ്ങളാണ് കേട്ടോ ആ വീഡിയോയിൽ ഉണ്ടായാൽ. പേരെന്താണെന്ന് മറന്നുപോയി. അപ്പം ആ കാക്ക ഉണ്ടാക്കിയതാണിത്. അപ്പോൾ ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ട് നോക്കാമല്ലോ. അപ്പം ഉപ്പിട്ടിട്ടില്ല, ഇനി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് മാറ്റി വെച്ചിക്കണ്. ഇനി നമുക്ക് നമ്മളെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് അതിക്ക് ഞാനിതാക്കണേ ലേശം കടുക് ഇട്ട് കൊടുത്തിരുന്നു. ആ കടുക് നല്ലോണം ഒന്ന് പൊട്ടട്ടെ. പിന്നെ കുറച്ച് നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തു. അതും കൂടി പൊട്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിനല്ലോ, ആ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുക്കണം കേട്ടോ നമ്മൾ ആ തേങ്ങ. അപ്പോൾ ഈ തേങ്ങ അരക്കൊന്നുമല്ല കേട്ടോ, ഇതിങ്ങനെ നല്ലോണം ഒന്ന് വറുത്ത് ഇങ്ങോട്ട് എടുക്കണം. ഒരു ചുമന്ന കളറാണ് വരെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. പിന്നെ അതിക്ക് കുറച്ച് കരിയേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിക്കണേ. ഞാൻ കരിയേപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ ആ തേങ്ങേൻ്റെ ഒക്കെ കളറൊന്ന് മാറട്ടെ. അപ്പോൾ അത് മാറി വരുന്നതോട് കൂടി നമുക്ക് എന്താട്ടാം, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചതുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓല് അരച്ചെടുത്തിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചതച്ചെടുത്തിക്കേനി. അപ്പോൾ പിന്നെ അതും കൂടിയാണ്ട് ഇട്ടുകൊടുത്തു. പിന്നെ നമുക്ക് ഞാൻ 1.5 സവാളയാണ് എടുത്തുക്കണത്, ഒരു വലുതും പിന്നെ ഒരു ചെറുതും, അങ്ങനെ 1.5 സവാളയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വറുത്ത്. ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ ഉള്ളിയൊക്കെ ചോന്ത കളറായിക്കണേ. ഇനി നമുക്ക് എന്താട്ടണം, ആ മസാല കൂട്ടി വെച്ച കോഴി ഉണ്ടല്ലോ അതൊക്കെ ഒന്നേക്ക് വാരിയിടുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് നാമച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല എരിവ് തോന്നിട്ടോ. അപ്പം ഞാൻ മസാല ഒക്കെ പാടിട്ട് കഴിഞ്ഞാൽ ചിലപ്പം എരിവ് കൂടിക്കഴിഞ്ഞാൽ മക്കളൊന്നും കൂട്ടൂല. അപ്പോൾ ഞാൻ എന്താട്ടി അതിൻ്റെ ആ ഇറച്ചി മാത്രം ഒന്ന് വാരി എടുത്തിട്ട് ആ മസാല അവിടെ വെച്ചു കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കോഴിച്ചാറൊക്കെ വെക്കുമ്പോൾ അതിക്ക് പാരാതിട്ട് പിന്നെ 2 തക്കാളിയും കൂടി ഇട്ട് കൊടുത്തേക്കണേ. നല്ല പഴുത്ത തക്കാളി കേട്ടോ, പഴുത്ത തക്കാളി കേട്ടോ.
ഇട്ട് കൊടുത്തിക്കണേ. ഇനിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളമൊന്നും പാരണ്ട, നമ്മൾ ആ കോഴി തന്നെ വെള്ളം ഇറങ്ങും. അപ്പം ഇനി അതവിടെ നിൽക്കട്ടെ. അപ്പോഴത്തേന് ഇതാക്കണേ ഗ്യാസ് അത് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ വേറൊരു കുറ്റി ഉണ്ടായതുകൊണ്ട് ഭാഗ്യം കേട്ടോ. ഈ നോമ്പിനൊക്കെ ഗ്യാസ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഗതികേടാണ്. അപ്പം ഞാൻ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കുറ്റിയും കൂടി നിറച്ച് വെച്ചിന്. അതുകൊണ്ട് നമ്മൾ ഇടങ്ങേറായില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണം. ചാറിങ്ങനെ തിളക്കുകയാണ്, അതിൻ്റെ ഇടയിലാണ് ഗ്യാസാണ് കഴിഞ്ഞത്. അങ്ങനെ ഇതാ ഗ്യാസൊക്കെ കത്തിച്ച് രണ്ടാമതും നമ്മളെ ചാറ് ഞാൻ അടുപ്പത്തേക്ക് തന്നെ വെച്ച് കൊടുത്തേക്കണേ. തിളക്കൽ തുടങ്ങിയിരിക്കണേ. ഇനി ഇങ്ങനെ തിളങ്ങനെ വരട്ടെ, വേകട്ടെ. അപ്പോൾ നമുക്ക് ചെറിയ തീയിട്ട് കണ്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പം നെയ്ച്ചോറല്ലേ, ലേശം വെള്ളം വേണമല്ലോ എഴുതിയിട്ടാണ് കേട്ടോ. ഞാൻ പറ്റോട് വറ്റിച്ചെടുക്കണമൊന്നുമില്ല, ലേശം വെള്ളം വേണം. ചോറല്ലേ, നെയ്ച്ചോറല്ലേ, ഒരു തുള്ളി വെള്ളമല്ല ഞാൻ പറ്റൂല. അപ്പം നെയ്ച്ചോറിനൊക്കെ ഇതാക്കണേ ഞാൻ ഉള്ളിയൊക്കെ വാട്ടി നെയ്യും ഒക്കെ വാട്ടി ഉള്ളിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടു, ഏലക്കായും കറാമ്പും ഒക്കെ ഇട്ട് അങ്ങനെയാണ് സെറ്റാക്കി എടുത്തത്. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയണതാണ് നെയ്ച്ചോറൊക്കെ കണക്കാക്കാൻ വേണം. അതാണ് ഞാൻ പിന്നെയും ഇതിങ്ങനെ കാണിച്ചു തരാത്ത കേട്ടോ. അങ്ങനെ നെയ്ച്ചോറൊക്കെ അരിയൊക്കെ ഇട്ട് ഞാൻ നല്ലോണം ഒന്ന് മൂടി വെച്ച് ഒരൊറ്റ വിസിൽ വന്നാൽ നമ്മളെ നെയ്ച്ചോറ് റെഡിയായി. അങ്ങനെ അത് കഴിഞ്ഞ് ഇന്നതാക്കണേ എന്താ ഇപ്പം ഇതിന് പറയുക, ഉന്നക്കായാണ് കേട്ടോ. അത് നമ്മൾ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് ചട്ടിയിലിട്ടിക്കണേ. പിന്നെ ഇതാക്കണേ ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് വെള്ളം കലക്കുകയാണ് കേട്ടോ. അങ്ങനെ നാരങ്ങ വെള്ളം ഉന്നക്കായും ഉണ്ട്. ഇത് നമുക്ക് താത്ത തന്നതാണ് കേട്ടോ, മൂത്തച്ചി താത്ത തന്നാണ്. അപ്പോൾ ഞാനതിങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചട്ടി കിടന്നങ്ങനെ പൊരിയട്ടെ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിച്ചാണേ. അതൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. പിന്നെ ഒരുപാട് സബ്സ്ക്രൈബർ നമ്മളെ അൻഷൂസ് വേൾഡിൻ്റെ ഫാമിലിക്ക് വന്നിക്കണേ. ഒരുപാട് സന്തോഷമുണ്ട്, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. നമ്മൾ ഉന്നക്കായൊക്കെ പൊരിച്ച് കഴിഞ്ഞപ്പം നമുക്ക് കുറച്ച് നെയ്യപ്പത്തിൻ്റെ മാവ് ഇന്നാൾ ഞാൻ ബാക്കിയാക്കി വെച്ചിനല്ലോ, അതുകൊണ്ട് നമുക്കൊന്ന് നെയ്യപ്പം ചുട്ടുവെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാക്കണേ മറിച്ചിട്ട് കൊടുത്തപ്പം കുറച്ചൊക്കെ ശരിയായിട്ട് മക്കളെ. അന്ന് എന്തേനാവോ നമ്മളെ ചട്ടിക്കും മാവിനൊക്കെ വല്ലാത്തൊരു ചിത്താന്തണ്ടായിനി തോന്നുന്നുണ്ട്. ഇന്ന് ഏതായാലും നമ്മളെ നെയ്യപ്പത്തിനെ കാണാനൊരു ബർക്കത്തൊക്കെ ഉണ്ട് കേട്ടോ. ചെറുതാണെങ്കിലും കാണാൻ കുഞ്ഞനാണെങ്കിലും അടിപൊളി ആയിക്കണം കേട്ടോ. അന്ന് നല്ലോണം സാറായിക്കണം, പൂക്കൊക്കെ വിരിഞ്ഞ മാതിരി നെറിട്ടൊക്കെ ചെയ്തിക്കണം കേട്ടോ നമ്മളെ ചുറ്റുഭാഗം. അപ്പോൾ അങ്ങനെ അതും കൂടിയൊക്കെ ഒന്ന് ചുട്ടെടുത്തു. പിന്നെ ഞാൻ അടുപ്പം വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. അപ്പോൾ ഇതാക്കണേ നമ്മളെ കോഴിച്ചാറൊക്കെ സെറ്റായി വന്നിക്കണം കേട്ടോ. പിന്നെന്താണ് ഇപ്പോൾ പിന്നെ നമ്മളെ സാനുട്ടന് ഉണ്ടാക്കിയതിന് മാഗി. അപ്പോൾ അത് മെച്ചിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്ത് വെച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.